ഓം ശാന്തി. ഞാൻ സ്വയം തന്നെ നിശ്ചയം ചെയ്യുന്നു. ഞാൻ ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന തിളങ്ങുന്ന ജ്യോതിബിന്ദു ആത്മാവാണ്. ബിന്ദുവായി പരംജ്യോതി ബിന്ദു പരമാത്മാ ശിവബാബയെ ഞാൻ ഓർമ്മിക്കുന്നു. പ്രിയ ബാബ രൂപത്തിൽ ബിന്ദുവാണെങ്കിലും അസീമമായ ശക്തിയുടെയും ശാന്തിയുടെയും പവിത്രതയുടെയും സാഗരമാണ്. ബാബയുടെ അനന്ത കിരണങ്ങളാൽ ഞാൻ ആത്മാവിൽ ശാന്തിയും ശക്തിയും നിറയുന്നതായി ഞാൻ അനുഭവം ചെയ്യുന്നു. ബാബയിൽ നിന്നും പവിത്രതയുടെ ബലം പ്രാപ്തി ചെയ്യുന്നു. എൻ്റെ കണ്ണുകൾ സർവരെയും പവിത്ര ദൃഷ്ടിയിലൂടെ കാണുന്നു. എൻ്റെ കാതുകൾ കേവലം ശ്രേഷ്ഠവും ശുഭവും കേൾക്കുന്നു. എൻ്റെ മുഖത്തിലൂടെ കേവലം മധുരമായ വരദാനി വചനങ്ങൾ മാത്രം വരുന്നു. എൻ്റെ കൈകളിലൂടെ സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു. എൻ്റെ ഹൃദയത്തിൽ നമ്രതയുടെ ഭാവം ജാഗ്രതമാകുന്നു. ഞാൻ സർവരുടെയും കൂടെ മധുരത, നമ്രതയോടെയും സ്നേഹത്തോടെയും വ്യവഹാരം ചെയ്യുന്നു. സദാ പാവനനായ ശിവബാബയുടെ ഓർമ്മയുടെ ശക്തിയിലൂടെ ഞാൻ ആത്മാ പാവനമായിരിക്കുന്നു. എന്നിൽ സമ്പൂർണ്ണ പവിത്രതയുടെയും ദിവ്യതയുടെയും അനുഭവമുണ്ടാകുന്നു. പവിത്രതയുടെ തരംഗങ്ങൾ ഞാൻ ആത്മാവിൽ നിന്നും 4 ഭാഗത്തും വ്യാപിക്കുന്നു. മുഴുവൻ വാതാവരണത്തിലും പവിത്രതയുടെ തരംഗങ്ങൾ നിറഞ്ഞിരിക്കുന്നു. മുഴുവൻ സൃഷ്ടിയിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ 5 തത്വങ്ങളും പാവനമായി കൊണ്ടിരിക്കുന്നു. മുഴുവൻ സൃഷ്ടിയും പാവനമാകുന്നു. ഞാൻ ആത്മാ എൻ്റെ യോഗബലത്തിലൂടെ സൃഷ്ടിയെ പാവനമാക്കുന്നു. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാക്കി മാറ്റുന്നതിന് സ്വയം ഭഗവാൻ എനിക്ക് ശ്രേഷ്ഠമതം നൽകുന്നു. ഇതിലൂടെ നരകവാസിയിൽ നിന്നും ഞാൻ സ്വർഗവാസിയായി മാറുന്നു. ഞാൻ ദേവതയാകുന്ന ആത്മാവാണ്. അതിനാൽ ഒരു കാര്യത്തിലും പിണങ്ങുന്നില്ല, ആർക്കും ദുഃഖം നൽകില്ല. സദാ മുഖത്തിലൂടെ പൂക്കൾ വരണം. നല്ല ഗുണങ്ങൾ ധാരണ ചെയ്യണം. ഇവിടെ തന്നെ സർവഗുണസമ്പന്നരായി മാറണം. എന്നെ പരിധിയില്ലാത്ത ബാബ ദത്തെടുത്തിരിക്കുന്നു.
ഞാൻ സ്വർഗത്തിന്റെ അധികാരിയായി മാറുന്നതിന് യോഗ്യനാക്കുന്നു. എല്ലാവരെയും പൂർണ്ണമായും ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. ഓർമ്മയിലൂടെ മാത്രമേ ഗ്രഹണം നീങ്ങുകയുള്ളൂ. ഒരു പാപവും ചെയ്യരുത്. ആദ്യ നമ്പറിലുള്ള പാപമാണ് ദേഹാഭിമാനം. ജ്ഞാനസാഗരനായ ബാബ ഒരു പ്രാവശ്യം മാത്രം വന്ന് തന്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നൽകുന്നു. ഇത് അനശ്വരമായ പൂർവനിർമ്മിതമായ നാടകമാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. മമ്മയെപ്പോലെ ധാരണ ചെയ്യണം. മമ്മയെപ്പോലെ നല്ലതായി മാറി ഗദ്ദിയിലിരിക്കാൻ യോഗ്യനാകണം. ജ്ഞാനം മമ്മയെപ്പോലെ കേൾപ്പിക്കണം. സർവഗുണസമ്പന്നരായി മാറണം. പവിത്രത, സുഖശാന്തി ഇത് ഒരേ ഒരു ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധ്യമല്ല. ഞാൻ ശിവബാബയിൽ നിന്നും കോടികൾ നേടുന്നു. ബാബ ദാതാവാണ്. ഞാൻ അരകൽപ്പം പൂജ്യനാകുന്നു, അരകൽപ്പം പൂജാരിയുമാകുന്നു. പൂജ്യനാകുന്നതിലൂടെ സുഖധാമത്തിന്റെ അധികാരിയാകുന്നു. പൂജാരിയാകുന്നതിലൂടെ ദുഃഖധാമത്തിന്റെ അധികാരിയാകുന്നു. ജീവൻ മുക്തി ദാതാവ് ഒരേ ഒരു ബാബയാണ്. വായിൽ നിന്നും ജ്ഞാനരത്നങ്ങൾ മാത്രം വരുന്ന പ്രാക്ടീസ് ചെയ്യണം. തന്റെയും വീടിന്റെയും മംഗളം ചെയ്യണം. വിചാരസാഗര മഥനം ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ബാബയുടെ ശ്രേഷ്ഠ മതമനുസരിച്ച് നടക്കണം. ബലിയാകുന്നത് ശിവബാബയാണ്. അതിനാൽ ബാബയെ തന്നെ ഓർമ്മിക്കുന്നു. ബാബയ്ക്ക് ഇത്ര നൽകി എന്ന അഭിമാനം വരരുത്. ബാബ തന്നിരിക്കുന്ന വരദാനമാണ്. ബാബ് സമാന സ്ഥിതിയിലൂടെ സമയത്തെ സമീപത്തേക്ക് കൊണ്ടുവരുന്ന തദത്വം എന്ന വരദാനം പ്രാപ്തമാക്കിയവരായി ഭവിക്കൂ. ഞാൻ പെർഫെക്റ്റ് ആകാനായി സദാ ബാബയുടെ സ്നേഹത്തിൽ ലൗലീനമായിരിക്കുന്നു. സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നതിലൂടെ സദാ മറ്റുള്ളവരെയും തനിക്ക് സമാനം, ബാബ് സമാനമാക്കി മാറ്റാൻ കഴിയും. ബാപ്പ് ദാദാ സദാ ലവ്ലിയും ലവ്ലീനവുമായിരിക്കുന്ന കുട്ടികൾക്ക് സദാ തദത്വം എന്ന വരദാനം നൽകുന്നു. അഭിപ്രായങ്ങൾക്ക് പരസ്പരം ആദരവ് നൽകുകയാണെങ്കിൽ സ്വയത്തിന്റെ റെക്കോർഡ് നല്ലതായി മാറും. മനസ്സാ സേവനത്തിനായി മനസ്സും ബുദ്ധിയും വ്യർത്ഥം ചിന്തിക്കുന്നതിൽ നിന്നും മുക്തമാക്കി വയ്ക്കുന്നു.
മന്മനാഭവ മന്ത്രത്തിന്റെ സഹജരൂപമായി മാറുന്നു. അവർക്ക് മനസ്സുകൊണ്ട് ശക്തികളുടെ ദാനം നൽകാൻ കഴിയുന്നു. ഓം ശാന്തി.